നമസ്കാരം. കേരള പോലീസ് നടത്തിവരുന്ന ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ പ്രചരണാർത്ഥം മറയൂർ പോലീസ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. കോവിൽക്കടവ് ജയ്മാത സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച മത്സരം മറയൂർ എസ്ഐ മാഹിൻ സലിൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ലഹരിക്കെതിരെ നടത്തുന്ന പോരാട്ടമായ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് അതിന്റെ പ്രചരണാർത്ഥം ലഹരിക്കെതിരെ യുവജനങ്ങളെ ബോധവാന്മാരാക്കുക, അതുപോലെ തന്നെ കായികമാണ് ലഹരി എന്ന് ചേർത്ത് പിടിക്കുക എന്ന സന്തോഷത്തോടുകൂടി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഈ ചെറിയ കുട്ടികളിൽ പോലും മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും നമ്മുടെ നാടിനെ ആകമാനം ഏറ്റവും ബാധിക്കുന്ന ഒരു വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് മാറിയിരിക്കുന്നു ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം. നിങ്ങൾ കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ കൗമാരക്കാരെ ചെറുപ്പത്തിന്റെ ആസക്തിയിൽ ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് കിട്ടാത്ത അവസ്ഥയിലോട്ട് ഒരുപാട് കുടുംബങ്ങൾ, മദ്യപാനമായിക്കോട്ടെ മറ്റു ലഹരി പദാർത്ഥങ്ങളായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും അതിനെ നമ്മൾ അടിമപ്പെടുകയില്ലെന്നും അതിനെതിരെ നമ്മൾ പോരാടുമെന്നുള്ള ഉറച്ച ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ നടക്കുന്നത് മറയൂർ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരമാണ്. ഇതിന്റെ ഒന്നാം സമ്മാനം 3500 രൂപ ട്രോഫിയാണ്, രണ്ടാം സമ്മാനം 2500 രൂപ ട്രോഫിയും. നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന കീർത്തി വില്ല റിസോർട്ടാണ്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ഇപ്പോൾ ഫുട്ബോളിന്റെ കാലഘട്ടമാണ്, വേൾഡ് കപ്പിന്റെ സമയമാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ നിന്നും നമ്മളെല്ലാവരും കൂടി പ്രചോദനം ഉൾക്കൊണ്ടത് ഒരു കാരണവശാലും നമ്മൾ ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞാബദ്ധരാകണം. അത് നിങ്ങൾ വേറെ ഒരാൾ പറഞ്ഞു തന്നിട്ടല്ല, നിങ്ങൾ മാനസികമായിട്ട്, ആത്മീയമായിട്ട് അല്ലെങ്കിൽ ആത്മപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പോലീസ് നടത്തിവരുന്ന നീക്കത്തിൽ കായിക രംഗത്തെ ചേർത്ത് പിടിക്കുകയാണ് ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എസ്ഐ പറഞ്ഞു. മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഒരിക്കലും ഒരു തരത്തിലും ലഹരി ഉപയോഗിക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ തയ്യാറാവണം. ഭാവിയിലെ വലിയ നേട്ടങ്ങൾക്ക് ഈ തീരുമാനം സഹായകമാകും, അദ്ദേഹം വ്യക്തമാക്കി. വൈകിട്ട് 4:30 ആരംഭിച്ച മത്സരത്തിൽ സ്റ്റേഷൻ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ 18 ടീമുകൾ പങ്കെടുത്തു. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധികളും സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത കീർത്തി വില്ല പ്രതിനിധിയും ചടങ്ങിൽ പങ്കെടുത്തു. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള സമ്മാന വിതരണം ഇന്ന് മൂന്നാറിൽ നടക്കുമെന്നും MLAയും കളക്ടറും സബ് കളക്ടറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും SI അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.